ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26 ചൊവ്വാഴ്ചയാണ്. വിപണികൾ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. റുപ്പിക്ക് നേട്ടമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. റുപ്പി രണ്ടാഴ്ചത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞതാണ്. ഓയിൽ പ്രൈസുകൾ രണ്ടാഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ജപ്പാൻ മാർക്കറ്റ് നിക്കിയും സൗത്ത് കൊറിയൻ മാർക്കറ്റും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.17% ഇടിവിലാണ്. മറ്റു മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോസ്പി മാർക്കറ്റ് അവിടെ ഇന്നലെ ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 3.25% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ്. പുതിയ റെക്കോർഡ് ഹൈയും ഹിറ്റ് ചെയ്തു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,071 എന്ന നിലയിൽ 27 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ചെറിയ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. എഫ്എൻ്റെ മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഇന്ന്. അതിൻ്റേതായിട്ടുള്ള ഒരു വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വരാം. US മാർക്കറ്റുകളും UK മാർക്കറ്റും ഇന്നലെ ക്ലോസ്ഡ് ആയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡൗ ഫ്യൂച്ചേഴ്സ് നേട്ടത്തിൽ തന്നെയാണ്. 330 പോയിന്റ്സിൻ്റെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഓയിൽ പ്രൈസുകളിലേക്ക് വരാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഓയിൽ പ്രൈസുകൾ രണ്ടാഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ 7% ഇടിവാണ് ഓയിൽ പ്രൈസുകളിൽ ഉണ്ടായത്. ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ വലിയ മുന്നേറ്റം കാണുന്നു എന്ന് ട്രംപ് പറഞ്ഞത് തന്നെയാണ് ഓയിൽ പ്രൈസുകൾ ഇത്രയധികം ഇടിയാൻ കാരണമായത്. ഇന്ന് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1.5% നേട്ടത്തിൽ $97 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വരാം. ഗോൾഡ് പ്രൈസുകൾ ഇന്നലെയും നേട്ടത്തിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് 0.63% നേട്ടത്തിലാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,16,880 എന്ന നിലയിലാണ്. ഇതുകൂടാതെ ബിറ്റ് കോയിൻ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ $76,000 ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചാണ്. പശ്ചിമേഷ്യയിലെ നീണ്ടു നിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ 3 സാമ്പത്തിക അപകടങ്ങൾ ഫ്യൂവൽ, അതുപോലെ ഫെർട്ടിലൈസർ, ഫോറക്സ് തുടങ്ങിയവയാണ്. ഇന്ധനവിലയിലെ വർധനവ്, കപ്പൽ ഗതാഗത ചെലവ് ഉയരുക, അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം, കയറ്റുമതി ഓർഡറുകളിലെ അനിശ്ചിതത്വം എന്നിവ ബിസിനസ്സുകൾക്കും സാധാരണ ജനങ്ങൾക്കും സമ്മർദ്ദമുണ്ടാക്കും എന്ന് അവർ പറയുന്നു. ഇനി ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് പെട്രോൾ ഡീസൽ വില ഉയരാൻ കാരണമാകും. ഇത്തരത്തിൽ പെട്രോൾ ഡീസൽ വിലകൾ ഉയരുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. FMCG, പെയിൻറ്റ്, ഏവിയേഷൻ പോലുള്ള മേഖലകളിൽ കനത്ത സമ്മർദ്ദമുണ്ടാകും. ഫോറക്സ് സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ ഡോളർ ശക്തിപ്പെടുന്നത് രൂപ ദുർബലമാകാൻ സാഹചര്യം ഉണ്ടാകും. ഇമ്പോർട്ട് FISൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് വർദ്ധിക്കും. ഷിപ്പിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആശങ്കകളായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ തന്നെ പറയുന്നത്. ഇനി ഇന്നത്തെ കീ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വീഡൻ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക് മീറ്റിങ്ങുകൾ ഇന്നാണുള്ളത്. ഇനി നിരവധി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇന്ന് ഷട്ട് ഡൗൺ ആയിരിക്കും ഈദുമായി അനുബന്ധിച്ച്. ഇനി RBIയുടെ 5 ബില്യൺ സ്വാപ്പ് ഓപ്ഷൻ ഇന്നാണ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഫോക്കസിൽ ഉണ്ടായിരിക്കും. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്ലി F&O എക്സ്പയറി ഇന്നാണ്. അതും പ്രത്യേകം ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇനി ക്വാഡ് ടോക്സ്, അതായത് US, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ക്വാഡ് ടോക്സ് ഇന്ന് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കും. ടാറ്റ സൺസിൻ്റെ ബോർഡ് മീറ്റിംഗ് ഇന്നുണ്ടാകും. കൂടാതെ സെബി ചെയർമാൻ കെയർ എഡ്ജ് ഇവൻറ്റിൽ സംസാരിക്കുന്നുണ്ട്. റിസൾട്ടുകളിലേക്ക് വന്നാൽ ONGC, IRCTC തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്നാണ് പുറത്തു വരുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട Q4 റിസൾട്ടുകളിലേക്ക് ആദ്യം കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 12.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 262.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.1% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2263.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് അമർ രാജ ബാറ്ററി ആൻഡ് മൊബിലിറ്റി എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 94.5% വലിയൊരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
314.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇയർ ഓൺ ഇയറിൽ റവന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ 15.5% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 3535.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എക്സ്പോണൻഷ്യൽ ഗെയിനായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത് 181.2 കോടി രൂപയാണ്. മറ്റൊരു കമ്പനി പൈൻ ലാബ്സ് ആണ്. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 59.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി 28.9 കോടി രൂപ നഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 17% വർധനവ് വന്നു. 700.5 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിലാണ്. ലോസ് കൂടിയിരിക്കുകയാണ്. ലോസായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 148.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 16.87 കോടി രൂപ നഷ്ടത്തിൽ മാത്രമായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഇനി റവന്യൂവിൽ 15.7% വർധനവും റിപ്പോർട്ട് ചെയ്തു. 1990.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 107% ഒരു ഗംഭീരമായിട്ടുള്ള നല്ലൊരു പ്രോഫിറ്റാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 23.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.7% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 410.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഹിറ്റാച്ചി എനർജി ഇന്ത്യ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 79.7% വർധനവ് വന്നു. 330.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 46.2% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ ആയിട്ട് മൊത്തത്തിൽ 2754 കോടി രൂപയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു കമ്പനി സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 161.1% വർധനവ് വന്നു. 71.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.8% വർധനവ് വന്നു. മറ്റൊരു കമ്പനി മാൻ ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 25.4% ഇടിവ് വന്നപ്പോൾ 50.85 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, സൈമൺസ്, ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ്, ഫസ്ക്രൈ, ആസ്ട്രാസെനിക്ക ഫാർമ ഇന്ത്യ, കരോറോ ഇന്ത്യ, EIH, ഫിനോലക്സ് ഇൻഡസ്ട്രീസ്, ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ്, ഗന്ധാർ ഓയിൽ റിഫൈനറി, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ്, APJ സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ്, പ്രൊക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത്, സെൻകോ ഗോൾഡ് തുടങ്ങിയവയാണ്. അങ്ങനെ ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം FIS വീണ്ടും ബൈങ്ങിലേക്ക് മടങ്ങി വന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. FIS 822 കോടി രൂപയ്ക്കാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തത്. DIS ആവട്ടെ 3857 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏതായാലും മൊത്തത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി കൂടുതലായിട്ട് നിഫ്റ്റിയെക്കുറിച്ചും ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ചും മറ്റ് ബ്രേക്ക് വന്ന സ്റ്റോക്കുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.